നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഹിമ തന്നെ. അമ്മേ, ആ ഹെൽമെറ്റ് കൂടെ ഒന്ന് ഊരിയേ, നിന്നെ ശരിക്കും ഒന്ന് കാണട്ടെ. നീ ഇപ്പൊ ഈ പണിക്കൊക്കെ ഇറങ്ങിയോ? ദേ നോക്കമ്മേ, കൊറിയറായിട്ട് എത്തിയത് ആരാന്ന്. അനിയത്തി ചെയ്യുന്ന ജോലി കണ്ടില്ലേ? ഇവളെ ഇങ്ങനെ ജോലിക്ക് വിടാനാണെങ്കിൽ പിന്നെ നീ എന്തിനാ പോലീസ് ഉദ്യോഗത്തിന് പോയി സമ്പാദിക്കുന്നത്? ഞാൻ ജോലിക്ക് പോകുന്നത് എനിക്ക് വേണ്ടി അമ്മേ. അവക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ളതുകൊണ്ടാ അവളും ജോലിക്ക് പോകുന്നത്. ഈ പ്രായത്തിൽ തന്നെ കാശിന്റെ വില അറിയുന്നത് നല്ലതാന്ന് കരുതി ഞാനിങ്ങ് സമ്മതിച്ചു. ചേച്ചി പോലീസാണെങ്കി പിന്നെ അനിയത്തി ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പോലീസിനെ പറ്റി സംസാരിക്കുമ്പോ എന്താണ് നിനക്കത്ര പുച്ഛം? നീ അടക്കമുള്ളവരെ സംരക്ഷിക്കുന്നവരാ പോലീസ്. അത് ചെയ്യുന്നവരെ പുകഴ്ത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അപമാനിക്കരുത്. ഇനി മേലാൽ നീ യൂണിഫോം ഇട്ടവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? എടി മഹിമേ, എന്താടി കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കുന്നേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവരതിന്റെ ദേഷ്യം ചേച്ചിയോട് തീർക്കും. നീ എന്താലോചിച്ച് നിൽക്കുവാ? ഈ ഓർഡറിന്റെ കാശ് എന്ന് എനിക്ക് പോവായിരുന്നു. കുറച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ പോവാനുള്ളതാ. എടുത്തു കൊടുക്കുമോളെ. എന്റെ കയ്യിലില്ല. ഓ, എത്രയാ? 1000. എന്റെ ദൈവമേ, നീ എന്തുവാടി വാങ്ങിച്ചത്? ഒരു ക്രീമാ. എന്ത് ക്രീമാ? വട്ടച്ചൊറി മാറാനുള്ളതാ. സത്യോ? ചോദിച്ചു നോക്ക്. അമ്മ, അവൾക്ക് വേഗം കാശ് കൊടുത്ത് പറഞ്ഞുവിട്. എന്റെ കയ്യിലൊന്നുമില്ല. നീ ഇങ്ങനെ വല്ലതും വരുത്തുന്നുണ്ടെങ്കിലേ നേരത്തെ പറയണായിരുന്നു. ഞാൻ ഗിരിയോട് പറഞ്ഞ് കാശ് വാങ്ങിച്ചു വെച്ചേനെ. ഞാൻ തരാം. അതൊന്നും വേണ്ട. എന്നിട്ട് വേണം ഞങ്ങൾക്ക് വേണ്ടി നീ കാശ് ചെലവാക്കിന്ന് പറഞ്ഞിറക്കാൻ. ഈ കുടുംബത്തിലെ വീട്ടു ചെലവുകളെ ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം. അതെ, എനിക്ക് വേറെയും കസ്റ്റമേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇതിന്റെ കാശ് നിങ്ങൾ സൗകര്യം പോലെ എനിക്ക് തന്നാ മതി. ഇനി തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞങ്ങള് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമല്ല, പക്ഷെ നിങ്ങൾ എന്റെ കുടുംബത്തിന്റെ ഭാഗമാ. ഞാൻ ഇറങ്ങാ ചേച്ചി. മഹിമേ, കാശ് ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. വേണ്ട ചേച്ചി, എത്ര കാശ് കിട്ടിയാലും ആ അമ്മയും മോളുടെയും ചമ്മിയ മുഖം കണ്ടപ്പോ കിട്ടിയ സന്തോഷത്തിന് അത്രയും വരില്ല. ഞങ്ങളെ നിന്റെ അനിയത്തിയുടെ മുന്നിൽ നാണം കെടുത്തിയപ്പോ നിനക്ക് സമാധാനമായോ? ഞാൻ എന്ത് ചെയ്തെന്ന് അമ്മേ? ഈ സാധനം ഓർഡർ ചെയ്തത് സ്വപ്നയല്ലേ? ഇവിടെ കാശില്ലാന്ന് എനിക്കെങ്ങനെ അറിയാനാ? പിന്നെ ഞാൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ അമ്മ തന്നെയല്ലേ തടഞ്ഞത്? ഞങ്ങൾക്ക് നിന്റെ കാശൊന്നും വേണ്ട. ഗിരി വരട്ടെ. അവന്റെ അടുത്ത് എല്ലാം പറഞ്ഞാ അവൻ തീരുമാനിക്കും നിന്നെയും നിന്റെ അനിയത്തിയെ എന്ത് ചെയ്യണോന്ന്. എന്തിനാ വെറുതെ ഗിരിയേടിനെ അറിയിക്കുന്നേ? മഹിമ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അത് ഗിരി തീരുമാനിക്കട്ടെ. നീ ജോലിക്ക് പോവാൻ നോക്ക്. എനിക്ക് യൂണിഫോം ഇങ്ങനെ കാണുമ്പോ ഉറപ്പ് തോന്നുക. എന്റെ കൺമുന്നിൽ കടന്നു പോടി.